ഞാൻ ശരത് VS. ഇന്ന് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് കേട്ടോ. ഇത് എൻ്റെ കഥയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്ക് ഒരു വട്ടം കൂടി പോവുകയാണ്. ഇതാട്ടോ എൻ്റെ സ്കൂൾ. ഞാനെന്തിനാ വന്നതെന്ന് അറിയുമോ? പ്രഭ ടീച്ചർ വിളിച്ചിട്ടാ. ടീച്ചർ അവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ടീച്ചർക്ക് ഒരു മാറ്റവുമില്ല. എന്നാൽ പിന്നെ ഞാനിവിടെ തുടങ്ങട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഈ ലഹരിവിരുദ്ധ ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ. അത് എങ്ങനെ എനിക്കറിയാമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? സ്കൂൾ കാലയളവിൽ ലഹരി ഉപയോഗിച്ചും കൈമാറ്റം ചെയ്തും സന്തോഷം കണ്ടെത്തിയിരുന്ന കുറച്ച് നാളുകൾ എനിക്കും ഉണ്ടായിരുന്നു. എത്ര നേരം വേണം കിടക്കുന്നേ? സമയമായില്ലേ? സ്കൂളിൽ പോകണ്ടേ നിനക്ക്? എത്ര നേരം കിടന്ന് ഉറങ്ങുന്നത്? Arjun Bidu, present. Yedu Krishnan, Aksanish, present. Jinat Janesh, Sarath VS, absent. Anda Sakunundili. അവൻ 2 ദിവസമായല്ലോ വന്നിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? പറയാണെങ്കിൽ ഒരു ബൈക്ക് ചേട്ടനോട് സംസാരിക്കുന്നു. ഇങ്ങോട്ട് വരാമെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്നുണ്ട്. ചേട്ടൻ ഈ 2-3 പ്രാവശ്യമായിട്ട് 2-3 പുതിയ വന്നായിരുന്നു. എൻ്റെ അതൊക്കെ എന്താ? അത് നീ ഒന്നും പറയണ്ടടാ, അത് എന്നെ വെച്ച് നേപ്പിച്ചതാ. കുറച്ച് റിസ്ക് ഉള്ള, പക്ഷെ പൈസ ഉണ്ടാക്കണം.
ഹലോ, ശരത്തിൻ്റെ അമ്മയല്ലേ? അതെ സാർ. ഞാൻ അവൻ്റെ ക്ലാസ് സാറാണ്. ഞാൻ 2-3 തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. സാറേ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. മോനും മോളും ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണായിരുന്നു. അപ്പോൾ കൊച്ചിന് ഇച്ചിരി സീരിയസ് ആണ്. തലയ്ക്ക് നട്ടലിനൊക്കെ പരിക്കുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവൻ സ്കൂളിലെത്തിയിട്ട്, അതുകൊണ്ട് വിളിച്ചതാ. 2-3 ദിവസമോ? അവൻ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ സാറേ. സ്കൂളിൽ അവൻ എത്തിയിട്ടില്ല. എന്തായാലും ഇടയ്ക്കൊന്ന് സ്കൂളിലേക്ക് വരാം. ശരി സാർ. ചേട്ടാ, ചേട്ടൻ ഈ 2-3 പ്രാവശ്യമായിട്ട് 2-3 പുതിയ തന്നെ എന്തൊക്കെയുണ്ട്? അത് നീ ഒന്നും പറയണ്ടടാ, അത് എന്നെ എടുത്ത് നേപ്പിച്ചതാ. കുറച്ച് റിസ്ക് ഉള്ള, പക്ഷെ പൈസ ഉണ്ടാക്കാൻ. സാർ, ഞാൻ ശരത്തിൻ്റെ അമ്മയാണ്. ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിളിച്ചതല്ല. ശരത്ത് കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിൽ എത്തിയിട്ട്. അവൻ സ്കൂളിലേക്ക് എന്നും പതിവ് പോലെ പോരുന്നുണ്ടായിരുന്നു സാർ. ഇവിടെ എത്തിയില്ലെന്ന് സാർ പറയുമ്പോഴാണ് ഞാൻ മോളുടെ കാര്യങ്ങൾ ഇങ്ങനെ. അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മുറിയിലിരിക്കുക, ദേഷ്യപ്പെടുക. കരയാതിരിക്കും. അവനെ എന്താ പറ്റിയെന്ന് ആദ്യം മനസ്സിലാക്കാം. മോളുടെ അടുത്ത് ഒരാളില്ലാതെ പറ്റില്ല. ഒരു ബന്ധുവിനെ വിളിച്ചിരുത്തിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. സാറ് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. വേണമെങ്കിൽ നമുക്ക് കൗൺസിലറുടെ അടുത്തേക്ക് ഒന്ന് അയക്കാം. ശരത്തിൻ്റെ മനസ്സിലുള്ള എന്ത് വിഷമം വേണമെങ്കിലും എന്നോട് തുറന്ന് സംസാരിക്കാം കേട്ടോ. അന്ന് പോലീസിനെ കണ്ട് പേടിച്ചിട്ടാണ് ഞാനും എനിക്ക് ഈ സൈഡിൽ നിന്ന് പോകുന്നത്. ആർക്കും അറിയില്ല, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു. ഹലോ, തങ്കമണി എക്സൈസ് ഓഫീസല്ലേ? സാർ, ഞാൻ തങ്കമണി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കൗൺസിലറാണ്. നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു സാർ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ തീരാനാവ് ഇന്നും എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ കുഞ്ഞിനീതി. എൻ്റെ അമ്മയുടെയും അധ്യാപകരുടെയും സംയോജിതമായ ഇടപെടൽ മൂലം അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. ലഹരിയുടെ ലോകം ഇരുളടഞ്ഞതാണ്. നമുക്ക് നന്മയുടെ ലോകത്തേക്ക് വരാം, വെളിച്ചമായി മാറാം.